വി.എസിന്റെ ഭൗതികദേഹം ദർബാർ ഹാളിൽ പൊതുദർശനത്തിന് തുടരുകയാണ്. നിരവധി പേരാണ് വി.എസിനെ അവസാനമായി കാണാൻ എത്തിക്കൊണ്ടിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ദർബാർ ഹാളിൽ നിന്നും പി.എസ്. വിനയ ചേരുന്നുണ്ട്. വിനയ കേൾക്കാമോ? വിനയ, 10,000-കണക്കിന് ആളുകളാണ് വി.എസിനെ അവസാനമായി കാണാനായി ദർബാർ ഹാളിൽ എത്തുന്നത്. എപ്പോഴാകും വിലാപയാത്ര തുടങ്ങുക? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? സൈമ, 9 മണിക്കാണ് ദർബാർ ഹാളിലെ പൊതുദർശനം ആരംഭിച്ചത്. ഇപ്പോൾ ഈ പൊതുദർശനം ഏതാണ്ട് പൂർത്തിയാകാറായിരിക്കുന്നു. കാരണം ആളുകളെ കൂടുതലായി പെട്ടെന്ന് തന്നെ വിളിച്ച് അകത്തേക്ക് കയറ്റി അന്തിമോപചാരം അർപ്പിക്കുന്നതിനുള്ള നടപടികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആളുകളെ കൂടുതലായി വിളിക്കുകയാണ്. പെട്ടെന്ന് തന്നെ അകത്തേക്ക് വന്ന് ആളുകൾ അന്തിമോപചാരം അർപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. വരി ഏതാണ്ട് നേരത്തെയൊക്കെ വളരെ അധികം നിറഞ്ഞു നിന്ന വരി ഈ സൈഡിലായിരുന്നു വരിയെല്ലാം ഉണ്ടായിരുന്നത് ആളുകളുടെ. അതെല്ലാം തന്നെ ഇപ്പോൾ ഒഴിഞ്ഞിട്ടുണ്ട്. ആളുകളെ കൂടുതലായി അകത്തേക്ക് വിളിച്ച് ഈ അന്തിമോപചാരം പെട്ടെന്ന് തന്നെ അർപ്പിച്ച് ഇവിടുത്തെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വിലാപയാത്ര 2 മണിക്ക് തന്നെ ആരംഭിക്കേണ്ടതുണ്ട്. ഇവിടെ നിന്നും 2 മണിക്ക് വിലാപയാത്രയെ ദേശീയപാത വഴി ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകാനാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അതിനുള്ള നടപടികളിലേക്ക് കടക്കുകയാണ്. ആളുകളെ കൂടുതലായി പെട്ടെന്ന് തന്നെ വിളിച്ച് ഈ ഭാഗത്തെ വരി പൂർണ്ണമായും ഒഴിവായി കഴിഞ്ഞു. നമുക്ക് കാണാം, പോലീസ് ആളുകളെ വിളിച്ച് പെട്ടെന്ന് തന്നെ അകത്തേക്ക് കയറ്റുന്നത് കാണാം. വി.എസ്. അച്യുതാനന്ദൻ 2011 സെക്രട്ടേറിയറ്റിന്റെ പടി ഇറങ്ങിപ്പോയത്. 2006 മുതൽ 2011 വരെ മുഖ്യമന്ത്രിയായിരുന്നു. 2011 ഈ സെക്രട്ടേറിയറ്റിന്റെ പടി ഇറങ്ങിപ്പോയ വി.എസ്. പിന്നെ ഈ ഭൗതികദേഹമായി ആദരങ്ങൾ ഏറ്റുവാങ്ങാൻ, അന്തിമോപചാരം ഏറ്റുവാങ്ങാനാണ് പിന്നീട് ഇവിടേക്ക് എത്തുന്നത്. അദ്ദേഹത്തിന്റെ ഇപ്പോൾ ഈ രാവിലെ മുതൽ ഇവിടെ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയ ആളുകളെ നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം, ജീവിതത്തിന്റെ നാനാ തുറകളിലുള്ള ആളുകൾ. അതിൽ രാഷ്ട്രീയക്കാരുണ്ട്, അതോടൊപ്പം തന്നെ സാധാരണക്കാരായ ആളുകളുണ്ട്, പാർട്ടി പ്രവർത്തകരുണ്ട്. രാഷ്ട്രീയക്കാരെന്ന് പറയുമ്പോൾ എല്ലാ രാഷ്ട്രീയ കക്ഷിയിൽപ്പെട്ട ആളുകളുമുണ്ട്. മറ്റ് ഉദ്യോഗസ്ഥന്മാരുടെ എല്ലാവരും തന്നെ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ ഇവിടെ എത്തിയിരുന്നു. എല്ലാ കാലത്തും പോരാട്ടങ്ങളുടെ നായകനായിരുന്നു വി.എസ്. അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും ഭരണപക്ഷത്തായിരുന്നപ്പോഴും പ്രതിപക്ഷത്തായിരുന്നപ്പോഴും എല്ലാം തന്നെ ജനങ്ങളുടെ ആവശ്യങ്ങളിൽ, ജനകീയ വിഷയങ്ങളിൽ എന്നും അദ്ദേഹം പോരാട്ടം നടത്തിക്കൊണ്ടേയിരുന്നു. അത്തരത്തിലുള്ള ഒരു ജനനായകന് വിട നൽകുകയാണ് ആളുകൾ. ആ ജനനായകനെ അവസാനമായി കാണാനായി, അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനായി നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുകയും ചെയ്തു. നമുക്കിപ്പോഴും ഇവിടെയുള്ള ദൃശ്യങ്ങളിൽ അതെല്ലാം കാണാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഭാഗത്തുള്ള വരി പൂർണ്ണമായും ഒഴിഞ്ഞിട്ടുണ്ടെങ്കിലും ആ ഭാഗത്ത് ഇതേപോലെ തന്നെ സമാനമായി അപ്പുറത്തെ ഭാഗത്തും ആളുകൾ നിരനിരയായി വരി നിൽക്കുന്നുണ്ട്. അങ്ങോട്ട് നോക്കുമ്പോൾ അവിടെ വലിയ തോതിൽ ആ വരി കാണുന്നുണ്ട്. ആ ഭാഗത്തെ വരിയിലുള്ള ആളുകളെ കൂടി എത്രയും വേഗം അകത്തേക്ക് കടത്തിവിട്ട് വി.എസിന് അന്തിമോപചാരം അർപ്പിക്കുന്ന ഇവിടെയുള്ള പൊതുദർശനം പൂർത്തിയാക്കാനുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിൽ തുടരുകയാണ്. വിവരങ്ങൾ നൽകിയത് വിനയായിരുന്നു.